മരട് കൊട്ടാരം ഭഗവതി ക്ഷേത്ര വെടിക്കെട്ട് നടത്താൻ ക്ഷേത്രം ഭാരവാഹികൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. അപ്പീൽ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് നാളെ പരിഗണിക്കും. സിംഗിൾ ബെഞ്ച് വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചതിനെതിരെയാണ് അപ്പീൽ. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുക എപ്പോഴായിരിക്കും? രോഹിണി, നാളെയാണ് മരട് വെടിക്കെട്ടിന് സിംഗിൾ ബെഞ്ച് അനുമതി നിഷേധിച്ചതിനെതിരെ ക്ഷേത്രം ഭാരവാഹികൾ നൽകിയ അപ്പീല് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുക. ഇന്ന് ഉച്ചയ്ക്ക് തന്നെ അപ്പീൽ ക്ഷേത്ര ഭാരവാഹികൾ സമർപ്പിച്ചിരുന്നു. രാവിലെയാണ് സിംഗിൾ ബെഞ്ച് അനുമതി നിഷേധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. അതായത് നേരത്തെ തന്നെ ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെ കേസുകളുണ്ട്. മാത്രവുമല്ല, ഈ 2008 ഈ വെടിക്കെട്ട് അപകടം ഉണ്ടായിരുന്നു. പിന്നീട് ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയുടെ ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ് വെടിക്കെട്ടിന് അനുമതി നൽകിയത്. പക്ഷെ അതിനുശേഷവും, അത് 2019 അതിനുശേഷവും ഈ അനധികൃതമായിട്ട് വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ച സാഹചര്യവും തുടർന്ന് പോലീസ് കേസെടുത്ത ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ മാസം 9-നും മറ്റൊരു ദിവസവും ഇത്തരത്തിൽ അനുമതി ഇല്ലാതെ ക്ഷേത്ര ഭാരവാഹികൾ വെടിക്കെട്ട് നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അനുമതി നൽകാനാകില്ല എന്നുള്ള ഒരു നിലപാടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്വീകരിച്ചത്. മാത്രമല്ല, സർക്കാരും തുറന്നുള്ള ഒരു എതിർപ്പ് ഹൈക്കോടതി മുൻപാകെ മുന്നോട്ട് വെച്ചിരുന്നു. തൃപ്പൂണിത്തുറയിലെ അപകടം കണക്കിലെടുക്കണം. മാത്രമല്ല, ഈ വെടിക്കെട്ടിന് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ വെടിക്കെട്ട് നടത്തുവാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളുള്ള സ്ഥലം നിലവിൽ ഈ മരട് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇല്ല. മാത്രമല്ല, സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാലിക്കാൻ തക്ക രീതിയിലുമല്ല ആ സ്ഥലത്തിന്റെ വിസ്തൃതി ഉള്ളത്. റവന്യൂ, മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ, അഗ്നിരക്ഷാ സേന, പോലീസ് ഉൾപ്പെടെയുള്ള മറ്റ് വകുപ്പുകളും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നാണ് സർക്കാർ വ്യക്തമാക്കിയത്. ഈ റിപ്പോർട്ടുകളുടെയും സർക്കാരിന്റെ നിലപാടിന്റെയും അടിസ്ഥാനത്തിലാണ് സിംഗിൾ ബെഞ്ച് മരട് വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചത്. ആചാരങ്ങളുടെ ഭാഗമായിട്ട് വെടിക്കെട്ട് നടത്താൻ അനുമതി നൽകണമെന്നുള്ള ഒരു ആവശ്യമാണ് അപ്പീലിൽ ക്ഷേത്ര ഭാരവാഹികൾ ഉന്നയിച്ചിരിക്കുന്നത്. നാളെയും മറ്റന്നാളുമാണ് വെടിക്കെട്ട് നടത്തേണ്ടത്. എന്തായാലും നാളെ രാവിലെ തന്നെ അടിയന്തരമായിട്ട് ഈ ഹർജി പരിഗണിക്കണം എന്നുള്ള ഒരു ആവശ്യം ഹർജിക്കാർ ഉന്നയിക്കും. എന്തായാലും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചാണ് നാളെ അപ്പീൽ ഹർജി പരിഗണിക്കുക.